ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖമാണോ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളെല്ലാം ഓർത്തിരിക്കുന്നുണ്ടോ? ഏത് പാഠമാണ് പഠിച്ചത്? 13-ാമത്തെ പാഠം അല്ലേ? എന്തായിരുന്നു പാഠത്തിൻ്റെ പേര്? ഇസ്രായേലിലെ നേതാക്കന്മാർ. നേതാക്കന്മാരെ എങ്ങനെയൊക്കെ തിരിക്കാനാണ് പഠിച്ചത്? എങ്ങനെയായിരുന്നു? ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ. 3ആയിട്ട് തിരിക്കാമെന്ന് പഠിച്ചിരുന്നല്ലേ? ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പുരോഹിതന്മാർ. നമ്മൾ എന്നിട്ട് ന്യായാധിപന്മാരെ പഠിച്ചു കഴിഞ്ഞിരുന്നു അല്ലേ? പിന്നെയോ ഒരു രാജാവിനെയും പഠിച്ചു കഴിഞ്ഞു. ആരായിരുന്നു അത്? ആദ്യത്തെ രാജാവ് സൗൾ. ഇന്ന് നമുക്ക് 2ാമത്തെ രാജാവും 3ാമത്തെ രാജാവിനെയും പഠിക്കണം. 2ാമത്തെ രാജാവാണ് ദാവീദ് രാജാവ്. ദാവീദ് രാജാവിനൊരു വിശേഷണമുണ്ട്, ശക്തനായ രാജാവെന്ന് പറയുക. ദാവീദ് രാജാവ് ശക്തനായ രാജാവാണ്. സോളമൻ രാജാവുണ്ട്. ആ രാജാവിന് മറ്റൊരു വിശേഷണമുണ്ട്, ജ്ഞാനിയായ രാജാവ്. ജ്ഞാനിയായ രാജാവ്. അങ്ങനെ ഒന്നാമത് നമുക്ക് ദാവീദ് രാജാവിനെ കുറിച്ച് പഠിച്ചാലോ? ജസ്സയുടെ മകനായിരുന്നു ദാവീദ്. ജസ്സയുടെ മകൻ. അവൻ ഇഷ്ടപ്പെട്ട കാര്യം ആടുകളെ മേയ്ക്കലായിരുന്നു. ആട്ടിടയനായിരുന്നു ദാവീദ്. കിന്നര വായനയിലോ സമർത്ഥനായിരുന്നു. അങ്ങനെ ഇരിക്കെ ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഈ ദാവീദിൻ്റെ അരികിലേക്ക് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം നമ്മുടെ സാമുവേൽ പ്രവാചകൻ കടന്നു വരികയാണ്. സാമുവേൽ പ്രവാചകനെ കണ്ടപ്പോൾ തന്നെ ജനങ്ങളിങ്ങനെ അമ്പരക്കുന്നുണ്ട്. എന്തേ? ദൈവത്തിൻ്റെ എന്തെങ്കിലും അപ്രിയമായോ? പക്ഷേ ദൈവം ആദ്യത്തെ രാജാവായ സാവൂളിൻ്റെ തിന്മകൾ കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അവനെ തിരസ്കരിച്ചു. അങ്ങനെ ഇരിക്കെ ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായി ദൈവം നിയോഗിക്കുന്നതാണ് ഈ ദാവീദ് രാജാവിനെ. സമൂവേലിനോട് പറയുകയാണ്, ജസ്സയുടെ കുടുംബത്തിൽ ചെന്ന് എന്ത് ചെയ്യണം? ദാവീദിനെ അഭിഷേകം ചെയ്യുവാൻ. അങ്ങനെ അഭിഷേകം ചെയ്യുവാനായി സാമുവേൽ ജസ്സയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. ജസ്സയുടെ മൂത്ത മക്കളെ എല്ലാവരെയും കാണുമ്പോൾ കണ്ടാൽ മിടുക്കരായിരുന്നു, സമർത്ഥരായിരുന്നു. ഓരോരുത്തരും അടുക്കിലേക്ക് വരുമ്പോൾ ദൈവത്തോട് സാമുവേൽ ചോദിക്കും, ഇവനാണോ? ദൈവം അതൊന്നുമല്ല എന്ന് പറഞ്ഞു. അവസാനം സാമുവേൽ പ്രവാചകൻ ജസ്സയോട് ചോദിക്കുന്നുണ്ട്, അങ്ങയുടെ മക്കൾ എല്ലാവരും കഴിഞ്ഞോ? അങ്ങനെ അവസാനം ആട് മേയ്ക്കാൻ പോയ ഈ ദാവീദിനെ കുറിച്ച് പറഞ്ഞു. അവൻ ബാലനായിരുന്നു. അങ്ങനെ ഈ ദാവീദിനെ കൂട്ടിക്കൊണ്ടുവരികയാണ്. ദൈവത്തിന് പ്രീതിപാത്രമായ ദാവീദിനെ സാമുവേൽ എന്ത് ചെയ്യുന്നു? രാജാവായി ഇവിടെ അഭിഷേകം ചെയ്യുന്നു. നോക്കിക്കേ, ആട് മേയ്ക്കാൻ പോയ ദാവീദ് ആടുകളെ ആക്രമിക്കാൻ വന്ന സിംഹത്തെ ഒരു കല്ലെറിഞ്ഞു കൊല്ലുന്ന ചിത്രം. അങ്ങനെ അവിടെ നിന്ന് സാമുവേൽ അഭിഷേകം ചെയ്യുന്നൊരു ചിത്രം. ആ ഒരു കൊച്ചു വീഡിയോ നമുക്കിപ്പോൾ ഒന്ന് കണ്ടു നോക്കിയാലോ? You are so brave, David. God was on my side, big brother. All right, come with me. We need to reach home quickly. What happened, brother? Why are you in such a hurry? David, have you heard of Prophet Samuel? Of course I have. He has come to our home and he is insisting on seeing you before dinner. Huh? Prophet Samuel wants to meet me? What could it be? I don't know, David. Let's hurry. It's getting late. You walk ahead, brother. I will get the sheep and I will be right behind you. Prophet Samuel had a vision, and he arrived at Jesse's house as ordered by God. God had chosen David as the next king of Israel, and Prophet Samuel arrived there to anoint him as the next king. The God of Israel anoints you as the leader of his people. After anointing David as the king of Israel,
Samuel left the house of Jesse. In the meantime, at Saul's palace, the Spirit of the Lord had departed from Saul, and he became a very troubled man. He couldn't sleep, and he had lost his mind. ഇഷ്ടപ്പെട്ടോ? കണ്ടില്ലേ, ചിരിച്ചു കളിച്ച് നടക്കുന്ന ഈ ദാവീദ് സാമുവേലിൻ്റെ അടുത്ത് വരുമ്പോൾ സാമുവേൽ അവനെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്, രാജാവായി നിയോഗിക്കുകയാണ്. പക്ഷേ സാവൂൾ രാജാവായി തുടരുന്നിടത്തോളം കാലം ദാവീദ് രാജപദവിയിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. ഇവിടെ നിന്ന് ദാവീദ് സാവൂളിൻ്റെ രാജസന്നിധിയിലേക്ക് ചെല്ലുന്നുണ്ട്. അവിടെയായിരുന്നു, ആ സൈന്യത്തിൻ്റെ കൂടെയായിരുന്നു ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാരെല്ലാവരും. ദാവീദ് സുന്ദരനായിരുന്നു, വിവേകിയായിരുന്നു. അങ്ങനെ സാവൂളിൻ്റെ രാജസന്നിധിയിലെത്തിയപ്പോൾ ഫിലിസ്തീൻ സൈന്യത്തിലെ ഒരു യോദ്ധാവ് ഗോലിയാത്ത് ഇസ്രായേലിൻ്റെ ദൈവത്തെ തിരസ്കരിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്ന ശബ്ദം കേട്ടു. കണ്ടാൽ ആജാനുബാഹുവായ ഗോലിയാത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുവാൻ ഇസ്രായേൽക്കാർക്കെല്ലാം പേടിയായി. പക്ഷേ ദൈവത്തെ വെല്ലുവിളിക്കുന്ന ആ ഗോലിയാത്തിൻ്റെ സ്വരം ദാവീദിൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ദാവീദിന് ഇരിക്കാൻ പറ്റിയില്ല. ആരാണവൻ? അവനെ വകവരുത്താൻ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോവുകയാ ദാവീദ്. പക്ഷേ ദാവീദിന് പടച്ചട്ടകളൊന്നും അണിഞ്ഞ പരിചയമില്ല. അവനാകെ ആടുകളെ ആക്രമിക്കാൻ വരുന്ന സിംഹത്തെ കല്ലെറിഞ്ഞു കൊള്ളുന്ന ഒരു ധൈര്യം മാത്രമേയുള്ളൂ. അവനെ പടച്ചട്ടകളെല്ലാം അണിയിച്ച് ഗോലിയാത്തിൻ്റെ സന്നിധിയിലേക്ക് കടത്തിവിടാൻ നോക്കുകയാണ്. അപ്പോൾ ദാവീദ് പറയുന്നുണ്ട്, എൻ്റെ ശരീരത്തിന് വലിയ ഭാരം തോന്നുന്നു, എനിക്കിതൊന്നും ആവശ്യമില്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഗോലിയാത്തിനെ അഭിമുഖീകരിക്കുവാൻ ഈ ദാവീദ് കടന്നു ചെല്ലുകയാണ്. കുറച്ച് കല്ലുകളും കവണയുമൊക്കെ എടുത്ത് അങ്ങനെ കടന്നു ചെല്ലുന്ന ഈ ദാവീദിനെ കണ്ട് ഗോലിയാത്ത് ഉച്ചഭാവത്തിൽ കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേട്ട് ദാവീദ് കുലുങ്ങിയതേയില്ല. കാരണം അവൻ ആരിൽ വിശ്വസിച്ചിരുന്നു? ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ദൈവത്തെ ബലമാക്കിയ ദാവീദ് ഒരാശങ്കയും കൂടാതെ ഗോലിയാത്തിൻ്റെ അരികിലേക്ക് കടന്നു ചെല്ലുകയാണ്. അപ്രതീക്ഷിതമായ രീതിയിൽ തൻ്റെ സഞ്ചിയിൽ നിന്ന് ഒരു കല്ലെടുത്ത് തൊടുത്തുവിട്ടു. ഗോലിയാത്തിൻ്റെ നെറ്റിയിൽ പതിച്ചു. ദാ കിടക്കുന്നു മല്ലനായ ഗോലിയാത്ത്. എവിടെയാണ്? മനുഷ്യൻ്റെ ശക്തിയോ പ്രാഭവമോ അല്ല, പകരം എന്താണ്? ദൈവത്തിൻ്റെ അനുഗ്രഹവും എന്താണ്? ദാനങ്ങളുമാണ് ഏറ്റവും പ്രധാനമെന്ന് ഇവിടെ ദാവീദ് കാണിച്ചു തരികയാണ്. അങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചു. ഫിലിസ്ത്യർ അങ്ങനെ തറപറ്റി. ദാവീദ് ഗോലിയാത്തിനെ വധിക്കുന്ന ആ രംഗം ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിയാലോ? ശ്രദ്ധയോടെ കാണണം കേട്ടോ. All right, David. Bring my armor and shield. Let David wear them. Saul agreed to let David fight with Goliath, and he gave his armor and shield to David. What happened, David? My lord, I cannot walk with all these. These are too heavy. But David, how are you going to protect yourself? You need to wear those. Don't worry, I have God on my side. So David walked into the battlefield with just 5 stones in his bag and God on his side. What are you doing here, kid? What have you got there? Stones? Are you going to chase some dogs? Run for your life, kid, or else I will give you to the dogs. You can boast after winning. Let's fight. You have your spear and sword, and I have Lord on my side. Huh? How dare you! I am going to crush you, you little dirt! You stupid Israelite!
God, help me. Oh! Oh! വീഡിയോ ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ഇസ്രായേൽ ജനത്തിനെല്ലാം ദാവീദിനെ ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ ഇസ്രായേൽ ജനത്തിന് പ്രീതി നേടിയ ഈ ദാവീദ് സന്തോഷിച്ചുല്ലസിച്ച് നടക്കുന്നത് സൗൽ രാജാവ് മുകളിൽ നിന്ന് കാണുകയാണ്. അങ്ങനെ കാണുന്ന സൗലിന് ദാവീദിനോട് അസൂയ തോന്നി. ഇസ്രായേൽക്കാർ വന്നു പറഞ്ഞു, ദാവീദ് എന്ന പേര് കേൾക്കുമ്പോൾ ഫിലിസ്തീർക്ക് പേടിയാ. അവിടെ തൻ്റെ അഹംഭാവം എന്തു ചെയ്തു? ഉയർന്നെഴുന്നേറ്റു. എങ്ങനെയെങ്കിലും ദാവീദിനെ കൊല്ലണമെന്ന ചിന്തയായി സൗലിൻ്റെ മനസ്സിൽ. അങ്ങനെ കിന്നരം വായിച്ച് അരികിലിരിക്കുന്ന ദാവീദിനെ കൊല്ലുവാൻ വേണ്ടി കുന്തമെറിയുന്ന സൗലിനെ നമുക്ക് കാണാം. ഉള്ളിൽ അസൂയ. സ്നേഹത്തിന് പകരം അസൂയ വന്നാൽ സഹോദര സ്നേഹം എന്ത് ചെയ്യുന്നു? നമ്മുടെ മനസ്സിൽ നിന്ന് ദൂരേക്ക് മാറും. മറ്റെല്ലാം സ്വയം സ്നേഹമായിട്ട് മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലും അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരാറുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ അനിയൻ, അനുജത്തി, ചേട്ടൻ, ചേച്ചി ഇവരോടൊക്കെ നമുക്ക് വലിയ സ്നേഹമല്ലേ? ആയിരിക്കണം. നമ്മുടെ സ്കൂളിൽ കൂട്ടുകാരോട് ഒരുപാട് ഇഷ്ടമല്ലേ? അവരുടെ നന്മയിൽ നമുക്ക് അസൂയ തോന്നാറുണ്ടോ? പാടില്ല കേട്ടോ. ഉള്ളിൽ സ്നേഹം നിറച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കും. ഇങ്ങനെ ദാവീദ് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറിയപ്പോൾ സൗലിൻ്റെ ഉള്ളിലുണ്ടായ അസൂയ കൊണ്ട് ദാവീദിനെ വധിക്കാൻ നോക്കുന്ന ഒരു രംഗവും കൂടി ഈ ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കിക്കേ. They fought many wars together and won all of them. Jonathan rejoiced at David's victories. The people of Israel became increasingly fond of David, and this didn't go well for Saul. He was jealous when people rejoiced and honored David's victories. Now what more can he have but the kingdom? I must do something. Master, our army has won again. When they hear the name of David, Philistines are getting scared. Yes, Father. David must be made the commander-in-chief. He deserves it more than anyone else. Jonathan, do you know what you are saying? What happened, Father? There is no one in this whole world like David, and I love him more than my life. You and your love, you idiot! Don't you know that he will snatch your crown? So what, Father? It's obvious that after you, he should wear the crown and not me. Stop it! I will give him the crown he deserves. Seeing that his own son was praising David, Saul's jealousy grew further. He secretly hatched a plot to kill David. I am going to kill him today. People will think that I lost my mind as usual. Huh? Master? Father, what did you do? Someone came at me with a sword and I threw my spear at him. That's all. It's okay, Jonathan. You know how the king sometimes loses his mind. Are you all right, David? I'm okay. Come, let's go. ഇഷ്ടപ്പെട്ടോ? അങ്ങനെ ദൈവത്തിൻ്റെ പ്രീതിപാത്രമായ ദാവീദ് സാവൂളിൻ്റെ മരണശേഷം രാജാവായി ഇസ്രായേലിനെ ഭരിച്ചു. പക്ഷേ ഇസ്രായേൽ ഗോത്രത്തിൽ യൂദാ ഗോത്രം മാത്രമേ ദാവീദിനെ പിന്തുണച്ചുള്ളൂ. അവിടെയും ദാവീദും തൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു. അങ്ങനെ അടുത്ത രാജാവ് അഭിഷേകം ചെയ്യപ്പെടുകയാണ്, തിരഞ്ഞെടുക്കപ്പെടുകയാണ്. അതാണ് സോളമൻ എന്ന രാജാവ്. ആ രാജാവിൻ്റെ വിശേഷണം എന്തായിരുന്നു? ജ്ഞാനിയായ രാജാവ്.
സോളമൻ ദാവീദിൻ്റെ മകനാണ്. ഇസ്രായേലിൻ്റെ ജീവിതത്തിലെ സുവർണ കാലഘട്ടമെന്നാണ് ഈ സോളമൻ രാജാവിൻ്റെ ഭരണകാലത്തെ വിശേഷിപ്പിക്കുക. ഈ സോളമനാണ് ജെറുസലേം ദേവാലയം പണി കഴിപ്പിച്ചത്. നാം ഇതിന് മുമ്പത്തെ പാഠത്തിൽ കണ്ടതായിരുന്നു അല്ലേ? ദേവാലയത്തിലേക്ക് വാഗ്ദാന പേടകം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്ന ആ മനോഹരമായ ദേവാലയത്തിൻ്റെ ചിത്രം ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടതല്ലേ? ഇനി ഇവിടെയും സോളമൻ ഒരു വലിയ പാപത്തിന് അടിമപ്പെട്ടുപോയി. ആ പാപമാണ് വിഗ്രഹാരാധന. എന്താണ്? ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് ദൈവം നൽകിയിട്ടുള്ള നിയമത്തെ ധിഖരിച്ചുകൊണ്ട് മറ്റു പല പ്രതിമകളെയും മറ്റു പല ദേവന്മാരെയും ദേവതകളെയും ആരാധിച്ചു പോയി എന്നുള്ളതാണ് സോളമൻ ചെയ്ത തെറ്റ്. മഹാജ്ഞാനിയും വിവേകിയും പണ്ഡിതനുമൊക്കെ ആയിരുന്ന ഈ സോളമനും ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റപ്പെടുകയാണ്. അങ്ങനെ സോളമൻ്റെ പാപം മൂലം രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടു പോവുകയാണ്. ആ വിഭജിക്കപ്പെട്ട ഭാഗങ്ങളാണ് 1 യൂദയ, 2 ഇസ്രായേൽ. നോക്കിക്കേ, ഇസ്രായേൽ ജനം രണ്ടായിട്ട് വിഭജിക്കപ്പെട്ടു, ഇസ്രായേൽ എന്നും യൂദയ എന്നും. കാരണം എന്താണ്? സോളമൻ്റെ പാപം. എങ്കിലും സോളമൻ്റെ ഈ വിജ്ഞാനം അല്ലെങ്കിൽ ഈ സാമർഥ്യമെല്ലാം എല്ലാ രാജ്യങ്ങളിലും കീർത്തി കേട്ടതായിരുന്നു. അങ്ങനെ കീർത്തി കേട്ടതിൽ ഏറ്റവും പ്രശസ്തമായൊരു സംഭവം ഇവിടെ ഒരു ചെറിയ വീഡിയോയിലൂടെ കണ്ടു നോക്കണം കേട്ടോ. ഒരു കുഞ്ഞിനെ ചൊല്ലി 2 അമ്മമാർ കണക്ക് പറഞ്ഞു വരുന്ന രംഗമാണ്. അവിടെ എത്ര രസകരമായിട്ടാണെന്നോ സോളമൻ രാജാവ് വിധി തീർപ്പാക്കുന്നത്. ഒന്ന് കണ്ടു നോക്കിക്കേ. ദാവീദിന്റെ കാലശേഷം അധികാരമേറ്റ മകൻ സോളമൻ മനുഷ്യകുലത്തിലെ ഏറ്റവും ബുദ്ധിമാനായി അറിയപ്പെടുന്നു. My judgment is this. So I will cut the child in half. Spare my baby. Don't kill him. She can have it. God bless this child. His children's children. Most of all, his true mother. ഇഷ്ടപ്പെട്ടോ? എത്ര ജ്ഞാനിയാണ് സോളമൻ രാജാവ് അല്ലേ? യഥാർത്ഥ കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് ആ കുഞ്ഞ് ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹം ഉള്ളിലുണ്ടാകൂ എന്ന് ആര് തിരിച്ചറിഞ്ഞു? സോളമൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ നമ്മൾ ഇസ്രായേലിനെ നയിച്ചിട്ടുള്ള 3 രാജാക്കന്മാരുടെയും ചരിത്രം പഠിച്ചു കഴിഞ്ഞില്ലേ? സാവൂൾ, ദാവീദ്, സോളമൻ. ചോദിക്കട്ടെ, ഈ രാജാക്കന്മാരൊക്കെ നിയോഗിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയിട്ടാണ്? ഓർത്തിരിക്കണം, ഇസ്രായേലിലെ രാജാക്കന്മാർ നിയോഗിക്കപ്പെട്ടത് നിയമം നിർമ്മിക്കുവാനല്ല, പകരം ദൈവം നൽകിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ രാജാക്കന്മാർ നിയോഗിക്കപ്പെട്ടത്. ശ്രദ്ധിച്ചേ, രാജാക്കന്മാർ അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോഴെല്ലാം ദൈവം അവരെ അനുഗ്രഹിച്ചു. കൽപ്പന ലംഘിച്ചപ്പോഴോ ദൈവം അവരെ ശിക്ഷിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദൈവസന്നിധിയിൽ നിന്ന് ഇവർ പുറത്തായി തീരുന്നത്. മൂന്നാമത് ഇസ്രായേലിലെ നേതാക്കന്മാരിൽ മൂന്നാമത്തെ ഭാഗം ഏതായിരുന്നു? പുരോഹിതന്മാരായിരുന്നു.
ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രത്തിൽ തുടക്കത്തിലെ പുരോഹിതനായിരുന്നു ആര്? അഹറോൻ അല്ലേ? വളർച്ചയുടെ കാലങ്ങളിൽ ഇസ്രായേൽ ജനം ഗോത്രങ്ങളായി തിരിഞ്ഞപ്പോൾ ആ പുരോഹിത ധർമ്മം കൊടുക്കുന്ന ഒരു ഗോത്രമുണ്ട്. അതാണെന്ത്? ലേവി ഗോത്രം. അതിനു മുമ്പ് ഈ പുരോഹിതന്മാർ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയണ്ടേ? ആരാണ് പുരോഹിതന്മാർ? ജനത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കാനും അവിടുത്തെ നാമത്തിൽ ജനങ്ങളെ ആശീർവദിക്കാനുമാണ് പുരോഹിതന്മാർ. നോക്കിക്കേ, ജനത്തിനു വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കാനും അവിടുത്തെ നാമത്തിൽ ജനങ്ങളെ ആശീർവദിക്കാനുമാണ് പുരോഹിതർ. പുരോഹിതരുടെ ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണെന്നോ? 1. ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുക. 2. ദഹനബലി അർപ്പിക്കുക. 3. നിയമം പഠിപ്പിക്കുക. ഏതൊക്കെയാണ് 3 കടമകൾ, ഉത്തരവാദിത്തങ്ങൾ? ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുക, ദഹനബലി അർപ്പിക്കുക, നിയമം പഠിപ്പിക്കുക. ഇങ്ങനെ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഈ പുരോഹിതന്മാരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗോത്രമാണ് ഏതെന്ന് സിസ്റ്റർ പറഞ്ഞിരുന്നു. ഏതാണത്? ലേവി ഗോത്രം. നോക്കിക്കേ, ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് ഈ പൗരോഹിത്യം എന്ന് പറയുക. ഇസ്രായേലിന് ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രതീകമാണ് പൗരോഹിത്യം. ദൈവത്തിൻ്റെ പുരോഹിത ജനമായിട്ടാണ് ഇസ്രായേൽ ജനം എന്നും അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പുരോഹിത സ്ഥാനം വഹിക്കുന്ന ലേവി ഗോത്രത്തിന് പ്രത്യേകമായ പരിഗണനയും നാം ഈ ചരിത്രങ്ങളിലുടനീളം കാണുന്നത്. ഇതെല്ലാം ഇസ്രായേലിൻ്റെ ചരിത്രം. പക്ഷേ പുതിയ നിയമത്തിലെ ഇസ്രായേലാണ് ഇന്ന് നാം അംഗമായിരിക്കുന്ന ഈ സഭ. ഈ സഭയിലും ഉണ്ട് നേതൃത്വം അല്ലേ? ഇന്ന് ആ നേതൃത്വം നടക്കുന്നത് ഏതിലൂടെയാണ്? പ്രവാചകത്വത്തിൻ്റെയും പൗരോഹിത്യത്തിൻ്റെയും ഭരണത്തിൻ്റെയും ഒക്കെ ധർമ്മങ്ങൾ ഒന്നു ചേരുന്ന നേതൃത്വം ഇന്നും ഈ സഭയിലുണ്ട്. സാർവത്രിക സഭയിലെ നേതൃത്വ ശുശ്രൂഷ നൽകുന്ന അധികാരി ആരാണെന്നറിയോ? ആരാണിത്? മാർപ്പാപ്പ. എവിടെയാണ് മാർപ്പാപ്പയുള്ളത്? റോമിൽ അല്ലേ? നമ്മുടെ മാർപ്പാപ്പയുടെ പേരെന്താ? എന്താണ്? ഫ്രാൻസിസ് പാപ്പ. ഇന്ന് ഈശോയുടെ ശുശ്രൂഷ ഇന്ന് സഭയിൽ തുടരുന്നത് 3 ആളുകളിലൂടെയാണ്. 1 മെത്രാന്മാരിലൂടെ, 2 വൈദികരിലൂടെ, 3 ഡീക്കന്മാരിലൂടെ. ഓർത്തു വയ്ക്കണം കേട്ടോ. മെത്രാന്മാരിലൂടെ, വൈദികരിലൂടെ, ഡീക്കന്മാരിലൂടെ. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകുമല്ലോ, എന്താണ് നമ്മുടെയൊക്കെ സ്ഥാനം എന്താണ് അല്ലേ? സിസ്റ്ററിൻ്റെ സ്ഥാനം എന്താണ് അല്ലേ? അച്ഛന്മാരും സിസ്റ്റർമാരും ഒന്നുമല്ലാത്ത സാധാരണക്കാർ, അവർ അൽമാരുടെ സ്ഥാനം എന്താണ്? ഓർത്തുപോയില്ലേ? അവരുടെ സ്ഥാനവും മറ്റൊന്നല്ല കേട്ടോ. സമർപ്പിതർ, അതായത് ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ട സിസ്റ്റേഴ്സ് അല്ലെങ്കിൽ വൈദികർ എന്നിവർ, സഭാ ശുശ്രൂഷ ചെയ്യുന്നവർ. അൽമായർ, ഇവരുടെ ജീവിതത്തിലെ കടമ, ഉത്തരവാദിത്വം എന്നുള്ളത് തങ്ങളുടെ വിളികൾക്കനുസരിച്ച് സഭാജീവിതത്തിൽ ഉൾച്ചേരുകയും സഭയുടെ നേതൃത്വ ശുശ്രൂഷയിൽ സഹകാരികളാവുകയും ചെയ്യുക എന്നുള്ളതാണ്. സഭാജീവിതത്തിൽ വിളിക്കനുസരിച്ച് ഉൾച്ചേരണം, എന്നിട്ടോ ശുശ്രൂഷയിൽ പങ്കുകാരായി മാറണം. നമ്മളെക്കൊണ്ട് സാധിക്കുന്നുണ്ടോ അങ്ങനെ? നമ്മളങ്ങനെ ചെയ്താൽ മാത്രമേ ഈശോയ്ക്ക് ഇഷ്ടമുള്ള മക്കളായി നമ്മൾ മാറുന്നുള്ളൂ. നോക്കിക്കേ, ഈ പാഠം അവസാന നിമിഷത്തിലെത്തി നിൽക്കുമ്പോൾ എന്തൊക്കെ നമ്മൾ പഠിച്ചു? ശക്തനായ രാജാവ് ആരായിരുന്നു? ആരാണ്? ദാവീദ് അല്ലേ? ജ്ഞാനിയായ രാജാവ് ആരായിരുന്നു? ആരാണ്? സോളമൻ. പുരോഹിതൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ജനങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലിയർപ്പിക്കുന്നവൻ, പിന്നെയോ ജനങ്ങളെ ആശീർവദിക്കുന്നവൻ. കടമകൾ ഓർമ്മയുണ്ടോ? എന്തൊക്കെയാണ്? ബലിയർപ്പിക്കുക, പിന്നെ നിയമം പഠിപ്പിക്കുക, പിന്നെ എന്തായിരുന്നു? കണ്ടുപിടിക്കണം കേട്ടോ. അങ്ങനെ ഈ പാഠത്തിൻ്റെ അവസാനത്തിലെത്തി നിൽക്കുമ്പോൾ നമുക്കൊരു ഹോംവർക്കുണ്ട്.
എവിടെയാണതുള്ളതെന്നറിയാവോ? പാഠപുസ്തകത്തിൽ പേജ് നമ്പർ 92 എന്താണ് ചേരുംപടി ചേർക്കുക എന്നുള്ളതാണ്. കുറേ രാജാക്കന്മാരുടെ പേര് തന്നിട്ടുണ്ട്, ന്യായാധിപന്മാരുടെ പേരുകൾ തന്നിട്ടുണ്ട്. പേരുകൾ ഇതൊക്കെയാണ്: ദാവീദ്, സോളമൻ, സാവൂൾ, സാമുവേൽ, അഹറോൻ. അതിന് ചേരുന്ന വാക്കെന്താണെന്ന് അപ്പുറത്തെ കോളത്തിൽ നിന്ന് എടുത്ത് എഴുതി കണ്ടുപിടിക്കില്ലേ? നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്കാണത് കേട്ടോ, മറന്നു പോകരുതേ. ഇനി നാം ഈ ആഴ്ചയിൽ വായിച്ച് അറിയേണ്ട വചനഭാഗം ഏതാണ്? 1 സാമുവേൽ 16-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഏതാണിത്? ദാവീദിനെ തിരഞ്ഞെടുക്കുന്ന സംഭവമാണ്. മനപ്പാഠമാക്കേണ്ട വചനം ഏതാണ്? നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും വിശ്വസ്തയോടും കൂടെ കർത്താവിനെ സേവിക്കുവിൻ. 1 സാമുവേൽ 12:24. മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന നല്ല ഈശോയ്ക്ക് നന്ദി പറഞ്ഞൊന്ന് പ്രാർത്ഥിച്ചാലോ? എഴുന്നേറ്റ് നിൽക്കാം, കൈകൾ കൂപ്പാം, കണ്ണുകൾ അടയ്ക്കാം. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന ഈശോയെ, വചനങ്ങളിലൂടെ ഞങ്ങളോട് സംസാരിച്ച അങ്ങയുടെ അരികിലിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങളെ ഏൽപ്പിക്കുന്ന കടമകൾ നിറവേറ്റിക്കൊണ്ട് അങ്ങേക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിതത്തിലുടനീളം അങ്ങയുടെ പാതയിലൂടെ നടന്ന് അങ്ങേക്ക് പ്രിയപ്പെട്ടവരായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, ഹൃദയ വിശുദ്ധിയോടുകൂടി ജീവിത നൈർമല്യത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും വ്യാപരിക്കുവാൻ അങ്ങയുടെ തിരുഹൃദയത്തിൽ ഞങ്ങളെ തന്നെ ഞങ്ങൾ അർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോ നിമിഷവും അങ്ങ് വഴി നടത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Christmas is here, bringing the cheek to young and old, meeting the ball, ding dong ding dong. That is a song which is fulling, all caroling. One city or words you could cheer from everywhere, feel in the air. Oh, how they pound, raising the song, oh, he liked to tell in the tear. Get in the river, people say, so